ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ നെക്സ്റ്റ് വീഡിയോ. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് ക്വീൻ എലിസബത്ത് എന്ന് പറയുന്ന എം പത്മകുമാർ സംവിധാനം ചെയ്തിട്ടുള്ള സിനിമയെ കുറിച്ചിട്ടാണ്. മീര ജാസ്മിനും നരേനുമാണ് ഈ ഒരു സിനിമയ്ക്കകത്ത് പ്രധാന കഥാപാത്രങ്ങളായിട്ട് എത്തിയിട്ടുള്ളത്. ഒപ്പം വേറെ കുറച്ച് കഥാപാത്രങ്ങളും കൂടിയുണ്ട്. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് മാത്രമാണ് ഉള്ളത്. സോ ഞാൻ ഈ ഒരു സിനിമ കാണാൻ പോകാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത്, മീര ജാസ്മിൻ ഒരു കുറച്ച് കാലങ്ങൾക്ക് ശേഷമാണ് മലയാള സിനിമയിലേക്ക് കാണുന്നത്. കുറച്ച് ക്യൂട്ടായിട്ട് നല്ല രസമായിട്ട് കാണാൻ സാധിക്കും എന്നുള്ളൊരു വിശ്വാസത്തിന്റെ പുറത്താണ് ഈ ഒരു സിനിമ കാണാൻ പോയത്. ആ ഒരു എക്സ്പെക്ടേഷൻ ഒപ്പം തന്നെ ഒരു ബോണസ് പോയിന്റ് ആയിട്ട് കിട്ടിയിട്ടുള്ള ഒരു സംഭവമാണ് നരേന്റെ ആ ഒരു അലക്സ് എന്ന് പറയുന്ന ക്യാരക്ടർ. എനിക്ക് പേഴ്സണലി ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതും അലക്സ് എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറാണ്. കാരണം ഇത് പറഞ്ഞു പോകുന്നത് മീര ജാസ്മിന്റെ ആ ഒരു ഏഞ്ചൽ എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറിന്റെ പോയിന്റ് ഓഫ് വ്യൂ കൂടിയാണ് ഈ ഒരു സിനിമ പോകുന്നത്. ആ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് വളരെ റഫ് ആയിട്ടുള്ള, ഒരാളോടും ഒരു തരി പോലും സ്നേഹമില്ലാത്ത, സെൽഫിഷ് ആയിട്ടുള്ള അങ്ങനത്തെ ഒരു ക്യാരക്ടർ. ഒരു ജീവിതത്തിൽ ഒരു ഇൻസിഡന്റ് വരുന്ന സമയത്ത് ആ ഒരു ക്യാരക്ടറിൽ വരുന്ന ചേഞ്ചസ് കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സിനിമ സംസാരിക്കുന്നത്. ആ ഒരു ക്യാരക്ടറിൻ്റെ അടുത്തേക്ക് നരേന്റെ അപ്രോച്ച് കൊണ്ടുണ്ടാകുന്ന കുറച്ച് മാറ്റങ്ങൾ കാര്യങ്ങളൊക്കെ ഈ ഒരു സിനിമ സംസാരിക്കുന്നുണ്ട്. ആ ഒരു സംഭവം നരേന്റെ ആ ഒരു അലക്സ് എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടർ എനിക്ക് എന്താ പറയുക, വളരെയധികം മീര ജാസ്മിന്റെ ആ ഒരു ക്യാരക്ടറിനേക്കാൾ കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. വളരെ നാച്ചുറൽ ആയിട്ടാണ് നരേന്റെ ആ ഒരു ആറ്റിറ്റ്യൂഡും ആ ഒരു എക്സ്പ്രഷൻസും ആ ഒരു സിറ്റുവേഷൻ ഡീൽ ചെയ്യുന്ന സംഭവങ്ങളൊക്കെ നരേൻ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് വളരെയധികം പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ആക്ടറാണ് നരേൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെയും ഒരു കാലയളവിന് ശേഷം ഒരു ലീഡ് റോളിൽ കാണാൻ പറ്റിയിട്ടുള്ള ആ ഒരു സന്തോഷം കൂടിയുണ്ട്. പിന്നെ വരുന്നത് മീര ജാസ്മിന്റെ ക്യാരക്ടർ. മീര ജാസ്മിന്റെ ആ ഒരു റോള് അവർ ഇതിനു മുമ്പ് അങ്ങനെ ചെയ്തിട്ടൊന്നുമില്ല. അത് അവർ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ വെടിപ്പായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ഒന്ന് രണ്ട് സീനിൽ കയ്യിൽ നിന്ന് പോയ പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾക്കത് സിനിമ കാണുന്ന സമയത്ത് ചിലപ്പോൾ മനസ്സിലാവും. വളരെയധികം ഒബ്സർവ് ചെയ്യുന്നവർക്ക് ചിലപ്പോൾ മനസ്സിലാവാൻ സാധ്യതയൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും വലിയ കുഴപ്പമില്ലാതെ അവർ ഇതിന് മുമ്പ് ചെയ്തതിനേക്കാൾ ഗംഭീരമായിട്ട് ചെയ്തു എന്നൊന്നും ഞാൻ പറയില്ല. പക്ഷെ ഇവർ ഈ ഒരു സിനിമയ്ക്കകത്ത് വളരെയധികം ക്യൂട്ടാണ്. നല്ല രസമായിട്ട് എന്താ പറയുക, സ്ക്രീൻ പ്രസൻസ് വളരെ ഭംഗിയായിട്ട് അവർ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ആ ഒരു ആറ്റിറ്റ്യൂഡ് അവർ നല്ല രീതിയിൽ തന്നെ കൈയടക്കത്തോട് കൂടിയിട്ട് തന്നെ അവർ ഡീൽ ചെയ്തിട്ടുണ്ട്. അതെനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. പിന്നെ എടുത്തു പറയാനുള്ളത് റെജിൻ എന്ന് പറയുന്ന ആളുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോറുകളും പാട്ടുകളുമാണ്. പാട്ട് എനിക്ക് തോന്നുന്നു മലയാളം സിനിമയ്ക്കകത്ത് ഈ ഒരു റീസെന്റ് ഒരു 4-5 പാട്ടുള്ള ഒരു സിനിമ ഞാൻ കാണുന്നത് കുറച്ച് കാലങ്ങൾക്ക് ശേഷമാണ്. ഈ ഒരു സിനിമയ്ക്കകത്ത് ഒരു 4-5 പാട്ടുകളുണ്ട്. ആ പാട്ടുകളൊന്നും വലിയ കുഴപ്പമില്ല. തിയേറ്ററിൽ നിന്ന് കേൾക്കുന്ന സമയത്തൊക്കെ കേൾക്കാൻ രസമുള്ളതാണ്. ആദ്യത്തെ 2-3 പാട്ടുകളൊക്കെ എനിക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തു. ബാക്ക്ഗ്രൗണ്ട് സ്കോറുകളും വലിയ കുഴപ്പമില്ലാന്ന് തോന്നി. ഒരു ഫീൽ ഗുഡ് മൂവിക്ക് വേണ്ട, അല്ലെങ്കിൽ ഈ ഒരു സിനിമ സംസാരിക്കുന്ന ജേണറിന് ആവശ്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു മ്യൂസിക് സൈഡ്, മ്യൂസിക് ഡിപ്പാർട്ട്മെന്റ് നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ സിനിമോട്ടോഗ്രാഫി ഞാൻ നേരത്തെ പറഞ്ഞു, ഫീൽ ഗുഡ് മൂവിക്ക് എന്താണോ ആവശ്യം അതൊക്കെ തന്നെയാണ് ഈ ഒരു സിനിമയ്ക്ക് കൊടുത്തിട്ടുള്ളത് ആ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ അകത്തുനിന്ന്. ഈ ഒരു മീര ജാസ്മിന്റെ ക്യാരക്ടർ എങ്ങനെയാണ് ചേഞ്ച് ആവുന്നത് എന്നുള്ളതാണ് ഈ ഒരു സിനിമ മൊത്തത്തിൽ ഔട്ട് ആൻഡ് ഔട്ട് ഈ ഒരു വൺ ലൈനിൽ പറയുകയാണെന്നുണ്ടെങ്കിലുള്ളത്. പക്ഷെ അതിനകത്തേക്ക് കുറച്ചും കൂടി ഡീപ്പായിട്ട് ചെന്നതിനാൽ കാണുന്നവർക്ക് സ്പോയിൽ ആവും എന്നുള്ളത് കൊണ്ട് ഞാനിപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല. ഈ ഒരു സിനിമയെ സംബന്ധിച്ച് തിയേറ്ററിൽ നിന്ന് മസ്റ്റ് വാച്ച് ആയിട്ടുള്ള ഒരു സംഭവമാണെന്നൊന്നും എനിക്ക് പേഴ്സണലി തോന്നിയിട്ടൊന്നുമില്ല. നിങ്ങൾക്ക് OTT വരുന്ന സമയത്ത് അങ്ങനെ കണ്ടാലും വലിയ കുഴപ്പമൊന്നുമില്ലാത്തൊരു കൊച്ചു സിനിമ എന്ന് പറഞ്ഞാൽ തീം വളരെ വലിയ എന്താ പറയുക, വലിയൊരു സംഭവമൊക്കെ ആണെന്നുണ്ടെങ്കിലും പക്ഷെ വളരെ ലാഘവത്തോടു കൂടി എടുത്തിട്ടുള്ള ഒരു സിനിമയാണ്. ഒരു ഫീൽ ഗുഡ് എന്നാൽ പിന്നെ അത്രയധികം ഡസ്പാക്കരുത്, കുറച്ച് ഫീൽ ഗുഡ് ഒക്കെ ആവാം എന്നുള്ള തരത്തിലൊക്കെയാണ് ഈ ഒരു സിനിമ എടുത്തു വെച്ചിരിക്കുന്നതൊക്കെ. കുറച്ച് സീനിൽ വരുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നതൊക്കെ നല്ല രസമായിട്ട് തോന്നി. ഈ ഒരു സിനിമ 2023 എന്റെ ലാസ്റ്റ് തിയേറ്ററിക്കൽ വാച്ച് ആയിരിക്കും എന്ന് തന്നെയാണ് എന്റെ പ്രതീക്ഷ. വേറെ സിനിമകളൊന്നും ഇറങ്ങാനില്ല എന്നാണ് തോന്നുന്നത്. എന്തായാലും ഈ ഒരു സിനിമ എവറേജ് സിനിമ എനിക്ക് അത്രയാണ് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടിട്ടുള്ളവരാണെങ്കിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സോ ഈ ഒരു സിനിമ കാണണോ വേണ്ടോ എന്നുള്ളതൊക്കെ നിങ്ങളുടെ ചോയ്സ് ആണ്. ട്രെയിലറൊക്കെ ഇറങ്ങിയിട്ട് നിങ്ങൾക്ക് കാണണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിയേറ്ററിൽ പോയി കാണാം, ഇല്ലെങ്കിൽ OTT വരുന്ന സമയത്ത് കാണാം. ഇനി അഥവാ എന്നെ പോലെ മീര ജാസ്മിനെയും നരേനെയൊക്കെ കാണാൻ വേണ്ടി പോകുന്നവരാണെങ്കിൽ അങ്ങനെ പോയി കാണാം, അല്ലാത്തവരും OTT വന്ന് കാണാം. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നായിരുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, കമന്റ്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് മറക്കാതിരിക്കാം. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ ഗൈസ്.